പതിനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് സായാഹ്നത്തിൽ വിശ്രമിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിച്ച് ധ്യാനിച്ച് ഒരുമിച്ച് വിശ്രമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിൻ്റെ കളങ്കമേകാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ എപ്പോഴും കാത്തു സൂക്ഷിക്കാറുണ്ട്. നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന മേഖലകൾ, ഒന്ന് നമ്മുടെ ശരീരം, നമ്മൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സ്വത്ത് വകകൾ ഉണ്ടെങ്കിൽ അത്, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കാത്തു സൂക്ഷിക്കാറുണ്ട്. അതിന് നമ്മളെപ്പോഴും താല്പര്യമെടുത്ത് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ആത്മീയ മനുഷ്യൻ്റെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീർത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ലോകത്തിൻ്റെ കളങ്കമേകാതെ തന്നെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ: ഒന്ന് ലോകം, അതോടൊപ്പം ലോകത്തിൻ്റെ കളങ്കം. അപ്പോൾ എന്താണ് ലോകത്തിൻ്റെതായിട്ടുള്ള കളങ്കം എന്ന് പറയുമ്പോൾ? ലോകത്തിനോട് ചേർന്ന് ഒട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ജീവിതം, അത് ലോകത്തെ ഒട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ജീവിതം, ലോകവുമായിട്ട് മൈത്രിയിലായിരിക്കുന്ന ഒരു ജീവിതം, അത് അങ്ങനെ ഒരു ജീവിതത്തിലൂടെ കടന്നുപോയി നമ്മുടെ ആത്മീയ ജീവിതത്തെ കളങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുക. നമ്മുടെ ആത്മീയ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോകത്തിൻ്റെ കളങ്കമേകാതെ കാത്തു സൂക്ഷിക്കുക. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഒരു ഗാനത്തിൻ്റെ ഈരടിയോട് ചേർന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ലോകത്തിൻ്റെ കളങ്കമേകാതെ കാത്തു സൂക്ഷിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്.
ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുകയും അതിലൂടെയൊക്കെ നമ്മൾ നമ്മുടെ സമീപത്തോടെയൊക്കെ അത് കടന്നു പോയി നോക്കിയിരിക്കും. പക്ഷേ അതൊന്നും നമ്മൾ സ്വീകരിക്കാതെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദ്രത്തിൽ ഒത്തിരിയേറെ മീനുകളുണ്ട്. പക്ഷെ സമുദ്രത്തിൽ നമുക്കറിയാം കടലിൽ ഉപ്പുണ്ട്. പക്ഷേ ഈ മീൻ മേടിച്ച് നമ്മൾ കഴിക്കുമ്പോൾ മീനിനധികം നമ്മൾ ഉപ്പിൻ്റെ ചുവയില്ല. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. ഇതിൽ ഒത്തിരിയേറെ തിന്മകളും കാര്യങ്ങളും എല്ലാം കടന്നു പോവുകയാണെങ്കിലും അതിൽ ഒന്നും നമ്മുടെ ജീവിതത്തിൻ്റെ അംശം ആയിട്ട് മാറാതിരിക്കുക, സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തീരുമാനം എടുക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം തീരുമാനമെടുക്കാം നമുക്ക്. അതായത് നാളെ രാവിലെ എഴുന്നേറ്റ് മുതൽ അങ്ങോട്ടുള്ള ജീവിതത്തിൽ മുഴുവനും വളരെ വിജിലായിരിക്കണം. ജാഗ്രതയോടെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുവാൻ, പ്രത്യേകിച്ച് ലോകത്തിൻ്റെ കളങ്കം വെക്കാതെ ആത്മാവിനെ സൂക്ഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ